ബന്ധപ്പെട്ട് കിടക്കുന്നു. സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സമയത്ത് ആ യാത്ര തടയാനെത്തിയ പക്ഷിരാജാവായ ജടായുവിൻ്റെ 2 ചിറകുകളും രാവണൻ തൻ്റെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. അതിൽ ഒരു ചിറക് വന്ന് വീണത് ഈ സ്ഥലത്താണത്രേ. പിന്നീട് ചിറക് വന്ന് വീണ സ്ഥലം ചിറകറ്റമ്പലമെന്നറിയുകയും കാലാന്തരത്തിൽ ചെറിയ തമ്പലം എന്നും അറിയപ്പെട്ടു. ഉഗ്രമൂർത്തിയായ ശ്രീ നരസിംഹമൂർത്തി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ അനേകം താന്ത്രിക ആചാര്യന്മാർ തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെളിയത്തുനാട് ജുമാ മസ്ജിദ് ഏകദേശം 1875 വേഴപ്പിള്ളി വലിയ വീട്ടിൽ കുഞ്ഞാലി നൈന നൽകിയ 2 ഏക്കർ സ്ഥലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി. അന്നുവരെ ജുമുഅ കൂടിയിരുന്നത് ആലങ്ങാട്ട് പള്ളിയിലായിരുന്നു. 1908 ഈ പള്ളി പുനർനിർമ്മിച്ചു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വെളിയത്തുനാടിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മഹത്തായ സഹകരണ പ്രസ്ഥാനമാണ് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്. വെളിയത്തുനാടിൻ്റെ സമഗ്ര വികസനത്തിനായി വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന് സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തികച്ചും കാർഷിക ഗ്രാമമായിട്ടുള്ള വെളിയത്തുനാടിലെ കർഷകരുടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതിരുന്ന കാലത്ത് കൃഷി ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വായ്പകളും മറ്റ് സഹായങ്ങളും ഒക്കെ ചെയ്യുവാനായിട്ട് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുന്നിട്ടിറങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് വെളിയത്തുനാട് പഴയ ഒരു പ്രതാപത്തിലേക്ക് പരിപൂർണമായിട്ടുള്ളൊരു കാർഷിക ഗ്രാമമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഹകാരികളുടെ സേവനത്തിന് വേണ്ടിയിട്ട് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് 2 ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ഏറ്റവും അടുത്ത കാലത്തായിട്ട് പടിഞ്ഞാറ് വെളിയത്തുനാട് പാറാനയിൽ ഒരു പുതിയ ശാഖ കൂടി പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ സഹകാരികൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള സേവനം നൽകി വരുന്നുണ്ട്. നിർധനരായിട്ടുള്ള ആളുകൾക്ക് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് വളരെ ലളിതമായിട്ടുള്ള വ്യവസ്ഥയിൽ വളരെ കുറഞ്ഞ പലിശയിൽ അവർക്ക് വസ്തുപണയത്തിന്മേൽ 3 ലക്ഷം രൂപ വരെ വിവാഹ വായ്പ കൊടുക്കുവാനും വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് തയ്യാറായിരിക്കുകയാണ്. സമസ്ത മേഖലയിലും വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങളുടെ ഹിതം അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് എന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെളിയത്തുനാട് പ്രദേശത്തെ കുറിച്ച് പറഞ്ഞ ഈ വെളിയത്തുനാട് എന്ന പേര് വരുന്നതിന് പോലും പണ്ട് ആലങ്ങാട് തമ്പുരാൻ്റെ കോട്ടയുടെ പുറത്തെ ഒരുപാട് വെളിപ്രദേശമുണ്ടായിരുന്നു. ആ വെളിപ്രദേശത്തെയാണ് വെളിയത്തുനാട് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട് ഇന്ന് ഈ ഗ്രാമമായിട്ട് നിലനിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ഗ്രാമത്തിൻ്റേതായിട്ടുള്ള എല്ലാ ശുദ്ധിയും പതുക്കെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അകന്നു പോകുന്നൊരു സ്ഥിതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ മേഖലയ്ക്കകത്തുമുണ്ട്. പ്രദേശത്ത് ജനങ്ങൾ ജീവിതത്തിൽ വലിയ തിരക്ക്, അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഇത്തിരി വട്ടത്ത് സ്വന്തം കാര്യങ്ങളിൽ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഗ്രാമത്തിന് ചേരാത്ത ഒരു ജീവിത രീതി വലിയ രീതിയിൽ എല്ലാ ഗ്രാമങ്ങളെയും ബാധിച്ചിരിക്കുന്നത് പോലെ വെളിയത്തുനാട് പ്രദേശത്ത് ഈ ഗ്രാമത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും തിരക്കുള്ള
വ്യവസായിക ജില്ലയായിട്ടുള്ള എറണാകുളം, അതിൻ്റെ ടൗൺ പ്രദേശത്ത് നടക്കാൻ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തെ വയലുകളടക്കം കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറുന്നു എന്നുള്ളത് ഇന്നത്തെ വർത്തമാന വെളിയത്ത് നാടിൻ്റെ ഒരു സ്ഥിതിയാണത്. ഇത് ഈ വലിയ രീതിയിലുള്ള നമ്മുടെ പ്രദേശത്തെ പാടശേഖരങ്ങൾ നികത്തി ഇത്തരത്തിലുള്ള വീടുകളടക്കം കെട്ടിടങ്ങളടക്കം ഫ്ലാറ്റുകളടക്കം വരുന്നത് ഇത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ നന്മകളാണോ ഈ നാടിനുണ്ടായിരുന്നത് ആ നന്മകളൊക്കെ ഇല്ലാതായി മാലിന്യത്തിൻ്റെയും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ മൂല്യച്യുതിയെല്ലാം നമ്മുടെ നാട്ടിലും സംഭവിക്കുക തന്നെ ചെയ്യും. വെളിയത്തുനാട് ഗ്രാമം ആദ്യമായി ദർശിച്ച സാംസ്കാരിക ഉത്സവമായിരുന്നു MAM ലൈബ്രറി ഉദ്ഘാടനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മുന്നണിയിലെ പോരാളിയായിരുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ പാവന സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി ഈ നാട്ടിലെ പൗരപ്രമുഖർ മുൻകൈയെടുത്ത് 1976 നിർമ്മിച്ചതാണ് ഈ സ്ഥാപനം. 1999 മാർച്ച് 5 പുതിയ കെട്ടിടം ഡോക്ടർ NVP ഉണിത്തിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് വെളിയത്തുനാട് ഗവൺമെന്റ് MIUP സ്കൂൾ. ഈ ഗ്രാമത്തിലെ ഒട്ടനവധി പ്രമുഖർ പഠിച്ചതും വളർന്നതും ഈ വിദ്യാലയത്തിലാണ്. നമ്മുടെ വെളിയത്തുനാട് ഗ്രാമത്തിലെ ഏറ്റവും പുരാതനവും പഴക്കം ചെന്നതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വെളിയത്തുനാട് ഗവൺമെൻറ് MIUP സ്കൂൾ. ആദ്യം ഒരു മതപഠനശാലയായി സ്വാതന്ത്ര്യത്തിനു മുമ്പ് ജനാബ് VM മുഹമ്മദ് മൗലവി സ്ഥാപിതമായ ഈ സ്ഥാപനം പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സർക്കാരിലേക്ക് വിട്ടു നൽകുകയാണുണ്ടായത്. മദ്രസത്തുൽ ഇംദാദിയ എന്ന പേരിലുള്ള ഒരു മതപഠനശാലയായി ഈ സ്ഥലം രൂപാന്തരപ്പെടുത്തി ആരംഭിച്ച ഈ മതപഠനശാല സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിനെ വിട്ടു നൽകുകയും അത് സ്വതന്ത്ര അനന്തര ഭാരതത്തിൽ കേരളത്തിലെ പുതിയ ഒരു ഗവൺമെൻറ് സ്ഥാപനമായി ഏറ്റെടുക്കുകയാണുണ്ടായത്. അങ്ങനെ ഗവൺമെൻറ് MIUP സ്കൂൾ ആരംഭിച്ചു. പ്രാരംഭത്തിൽ അതൊരു പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നുവെങ്കിലും പിന്നീട് അത് ഒരു UP സ്കൂളായി ഉയർത്തപ്പെടുകയുണ്ടായി. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ഏക അഭയകേന്ദ്രമായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഇവിടെ ആരംഭകാലത്ത് ഈ പ്രദേശത്തുകാരുടെ മുഴുവൻ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. ഇവിടെ പഠിച്ച അനേകം വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ നാടിനും വിദേശത്തുമായി ഉന്നത നിലവാരം പുലർത്തുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടു വരുന്നു. ഈ സ്ഥാപനത്തിൽ ഇന്ന് ഏകദേശം 75 വർഷം പൂർത്തിയാക്കിയ ഒരു സന്ദർഭം കൂടിയാണ്. വളരെ അധികം ജനനിബിഡമായിരുന്ന ഈ പ്രദേശത്ത് ദൂരദിക്കുകളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ വന്ന് പഠിക്കാനുണ്ടായ ഏക സ്ഥാപനം ഈ സ്കൂളായിരുന്നു. ഇവിടെ നിന്ന് പഠിച്ചു പുറത്തു പോയവരാണ് പിന്നീട് ഉയർന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുകയും ഉയർന്ന മേഖലകളിലൊക്കെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരികയും പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കുറവുണ്ടാവുകയും
അങ്ങനെ പലപ്പോഴും ഈ വിദ്യാഭ്യാസം അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നുള്ള ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പുതിയ സൗകര്യങ്ങളൊരുക്കി, പുതിയ സന്നാഹങ്ങളൊരുക്കി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇന്ന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നത്. കുട്ടികളുടെ എല്ലാവിധമായ കഴിവുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് പിന്തുടർന്നു പോണത്. ധാരാളം ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, ശുചിത്വ ക്ലബ്ബ്, അങ്ങനെ ഒത്തിരി ക്ലബ്ബുകളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹരിത എന്ന പേരിലുള്ള ഒരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിത ക്ലബിൻ്റെയും ഇവിടെ അടുത്തുള്ള പെരിയാർ ക്ലബിൻ്റെയും കൂടി സഹകരണത്തോടെ ഞങ്ങളിവിടെ ഒരു ജൈവ പച്ചക്കറി കൃഷി തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ധാരാളം പച്ചക്കറികൾ ഇപ്പം വിളവെടുപ്പിന് പാകമായി തന്നെ നമ്മുടെ പ്രദേശത്ത് 2000-ലാണ് ഈ 8-ാം വാർഡിൽ വെളിയത്തുനാട് ഗവൺമെൻറ് MIUP സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഒരു അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചത്. ഈ അംഗനവാടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഏതാണ്ട് 50 കുട്ടികളോളം നമ്മുടെ ഈ അംഗനവാടിക്കകത്തുണ്ടായിരുന്നു. നമ്മൾ അംഗനവാടി ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം സർക്കാർ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. ഞങ്ങളുടെ ഏതാണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളും പഠിച്ചു പോയിരുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് വെളിയത്തുനാട് ഗവൺമെൻറ് MIUPS. ഈ സ്കൂളിൽ നിന്നും പ്രൈവറ്റ് സ്കൂളുകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളെ അനുസരിച്ച് രക്ഷിതാക്കൾ പോയപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത സാഹചര്യം വന്നപ്പോൾ നമുക്ക് ഈ സ്കൂളിനൊരു നിലനിൽപ്പ് അത്യാവശ്യമാണ്. അതിന് മർമ്മപ്രധാനമായ ആവശ്യം നമുക്ക് അംഗനവാടി കൊണ്ട് നിറവേറ്റാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അംഗൻവാടി വെളിയത്തുനാട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തുടങ്ങിയത്. സ്കൂളിൽ അംഗൻവാടി തുടങ്ങിയതിന് ശേഷം ആ വർഷം തന്നെ ഏതാണ്ട് സർക്കാർ അൺഎക്കണോമിക്കായി പ്രഖ്യാപിച്ച് നിർത്തലാക്കാൻ പോയ ഗവൺമെൻറ് സ്കൂളിൽ പിറ്റേ വർഷം ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് 22 കുട്ടികളെ 1-ാം ക്ലാസ്സിലാക്കി സർക്കാർ സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ആദ്യം തുടങ്ങിയത് സ്കൂളിൻ്റെ ഒരു ക്ലാസ് മുറിയിലാണ് അംഗൻവാടി പ്രവർത്തനം തുടങ്ങിയത്. പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഏതാണ്ട് 5-8 വർഷക്കാലത്തോളം പോയി. അതിനുശേഷം കരുമാലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായൊരു കെട്ടിടമുണ്ടാക്കാൻ കഴിഞ്ഞു. കെട്ടിടമുണ്ടാക്കി അതിനകത്ത് ഉദ്ഘാടനം നടത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. കരുമാലൂർ ഗ്രാമപഞ്ചായത്തിൽ 2010 കാലയളവിലാണ് ഞങ്ങളുടെ ഈ ഭരണസമിതി അധികാരമേറ്റത്. 3 പൂപ്പ് കൃഷി ചെയ്തിരുന്ന പാടശേഖരങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ 7 തുടങ്ങി 15 വരെ വാർഡുകളടങ്ങുന്ന വെളിയത്തുനാട് മേഖല. പക്ഷേ വെളിയത്തുനാട് മേഖലയിൽ തന്നെ 2 പാടശേഖര സമിതികളാണ് നമുക്കിന്ന് നിലവിലുള്ളത്. വെളിയത്തുനാട് പാടശേഖര സമിതിയിലും ഈസ്റ്റ് വെളിയത്തുനാട്